നമസ്കാരം. പ്രധാന വാർത്തകൾ. തുറക്കാത്ത റേഷൻ കടകൾ ഉച്ച മുതൽ ഏറ്റെടുക്കും. നാളെ മുതൽ 40-ലേറെ മൊബൈൽ റേഷൻ കടകൾ. അനിശ്ചിതകാല സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി വീണ്ടും സർക്കാർ ചർച്ച നടത്തും. ഭക്ഷ്യമന്ത്രി GR അനിൽ റേഷൻ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു. 12 മണിക്കാണ് ചർച്ച. സമരത്തെ മറികടക്കാൻ 40-ലേറെ മൊബൈൽ റേഷൻ കടകൾ നാളെ നിരത്തിലിറക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായി. ഇന്ന് 256 കടകൾ രാവിലെ 8 മണി മുതൽ പ്രവർത്തനം തുടങ്ങിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. തുറക്കാത്ത കടകൾ ഉച്ച മുതൽ ഏറ്റെടുക്കും. 12 മണിക്ക് വീണ്ടും റേഷൻ കട ഉടമകളുടെ കോർഡിനേഷനുമായി ചർച്ച നടത്തും. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുറക്കാൻ ഭക്ഷ്യമന്ത്രി നിർദ്ദേശിച്ചു. സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന ഭക്ഷ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങിയത്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റു. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് പരിക്കേറ്റു. തേയിലത്തോട്ടം തൊഴിലാളി അന്നലക്ഷ്മി എന്ന 67-കാരിക്കാണ് പരിക്കേറ്റത്. മാനമ്പള്ളി ഫോറസ്റ്റ് റിസർവിന് കീഴിലുള്ള ETR എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു സംഭവം. ഇവിടെ 12 വീടുകൾ അടങ്ങിയ ലയമുണ്ടായിരുന്നു. ഇവിടേക്കാണ് കാട്ടാന എത്തിയത്. ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോൾ അന്നലക്ഷ്മിയെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി വീഴ്ത്തി കാൽ ചവിട്ടി ഒടിച്ചുവെന്നാണ് വിവരം. മറ്റു വീടുകളിലെ ആളുകൾ ഉണർന്ന് ബഹളം വെച്ചതിനെ തുടർന്നാണ് കാട്ടാന പിൻവാങ്ങിയത്. അന്നലക്ഷ്മിയെ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് മാറ്റി. പാലക്കാട് BJPയിലെ പൊട്ടിത്തെറി. RSS ഇടപെട്ടു. പാലക്കാട്ടെ BJPയിലെ പൊട്ടിത്തെറി പരിഹരിക്കാൻ RSS ഇടപെട്ടു. ഇതിന് പിന്നാലെ BJPക്കൊപ്പം നിൽക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കി. രാജിക്കില്ലെന്നും അവർ പറഞ്ഞു. കൗൺസിലർമാർ അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ E കൃഷ്ണദാസ് പ്രതികരിച്ചു. പ്രശാന്ത് ശിവനോട് വ്യക്തിപരമായ എതിർപ്പില്ലെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജനും പ്രതികരിച്ചു. ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ RSS നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പ്രശാന്ത് ശിവനെ പാലക്കാട് BJP പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് നഗരസഭയിലെ 9 കൗൺസിലർമാരാണ് രാജിക്കത്ത് നൽകാൻ ഒരുങ്ങിയത്. മുതിർന്ന മാധ്യമപ്രവർത്തക തുളസി ഭാസ്കരൻ അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകയും ദേശാഭിമാനിയുടെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയാണ്. തിരുവനന്തപുരം പഞ്ഞാലിക്കുളം ധർമാലയം റോഡ് അക്ഷയയിലാണ് താമസം. 1984-ൽ ദേശാഭിമാനി കൊച്ചി യൂണിറ്റിൽ സബ് എഡിറ്റർ ട്രെയിനിയായിട്ടാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. 1989 മുതൽ തിരുവനന്തപുരത്ത് സ്ത്രീ പ്രത്യേക പതിപ്പിലും ചുമതലയിലും തുടർന്ന് തിരുവനന്തപുരം ന്യൂസ് എഡിറ്ററായും പ്രവർത്തിച്ചു. 2008 സെപ്റ്റംബറിൽ വിരമിച്ചു. EK നയനാരുടെ ഒളിവുകാല ഓർമ്മകൾ, സ്നേഹിച്ച് മതിയാവാതെ എന്നീ പുസ്തകങ്ങളും 7 വിവർത്തന ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. UCC നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഇന്നു മുതൽ ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് തൊട്ടുമുമ്പായി ഇന്ന് 12:30 UCC പ്രാബല്യത്തിൽ വരിക. ഉത്തരാഖണ്ഡിലെ മുഴുവൻ ആളുകൾക്കും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡുകാർക്കും ഏകീകൃത സിവിൽ കോഡ് ബാധകമായിരിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ UCC പോർട്ടൽ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേതൃത്വം നൽകും. മതം, ലിംഗഭേദം, ജാതി, സമുദായം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളില്ലാത്ത സമത്വമുള്ള ഒരു സമൂഹത്തിന്റെ അടിത്തറ UCC സ്ഥാപിക്കുമെന്ന് ധാമി പ്രഖ്യാപിച്ചു.